ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്റ്റൈൽ ബോളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ കുതിർക്കുന്നില്ല കേട്ടോ, ഞാനതൊന്ന് കഴുകി കുക്കറിൽ ഒരു 5 വിസിൽ കേൾപ്പിച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ കുതിർക്കുന്നവരുമുണ്ട്, ഞാനിവിടെ കുതിർക്കുന്നില്ല, കുതിർക്കാതെ ഒരു 5 വിസിൽ കേൾപ്പിച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ അത് വേവട്ടെ. അപ്പോൾ ആ നേരത്ത് നമുക്ക് ഇതിനു വേണ്ടി മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1.5 കപ്പ് മൈദയും ഒരു നുള്ളു ഉപ്പും, പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കളർ വേണം. അപ്പോൾ അതിന് ആർട്ടിഫിഷ്യൽ കളർ ചേർക്കുന്നവർക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആവശ്യത്തിനുള്ള കളറിന് വേണ്ടി മാത്രം. കളർ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ഞാനൊരു 2 നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇനി അത് നമുക്ക് ചപ്പാത്തിയുടെ കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളമായി പോകരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കത് ഒരുവിധം കുഴച്ചെടുക്കാനുള്ളത്. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കത് കുഴച്ചെടുക്കണം. അപ്പം കളറും ഞാൻ പറഞ്ഞല്ലോ, കളർ വേണമെന്നുള്ളവർക്ക് അതിന് ആർട്ടിഫിഷ്യൽ കളർ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം എനിക്കിവിടെ ആവശ്യത്തിനുള്ള കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ പറ്റാത്ത വിധം നമ്മളൊന്ന് കുഴച്ച് അതിനൊന്ന് പതപ്പെടുത്തി എടുക്കണം ആ മാവിനെ. അപ്പോൾ ഇന്ന് ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കടല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് അങ്ങ് വേവരുത്, ചെറിയ ഒരു തരി പോലെ നമുക്കത് വേണം. എന്നിട്ട് നമുക്കത് ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ കടല അതിലിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ കടല കുതിർത്ത് പിന്നെ അത് ഒരു 2-3 വിസിൽ കേൾപ്പിച്ചിട്ട് വേണമെങ്കിലും എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കുവാണ് കേട്ടോ. ഒരു തരി വേണം, തരി ഉണ്ടെങ്കിൽ കൊള്ളാവും. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഏലക്ക പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ടതിന് ശേഷം മാത്രം ഏലക്കാപ്പൊടി ചേർക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കുക. അത് കഴിഞ്ഞ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ നല്ല എണ്ണയൊക്കെ പിടിച്ച് അതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം കുറച്ച് മാവ് നമുക്ക് ആ ഒരു ബോളിനെ ഒന്ന് കവർ ചെയ്യുന്ന വലുപ്പത്തിന് വേണ്ടി കുറച്ച് മാവെടുക്കുക. ഒരുപാട് തിക്നെസ്സിലെടുക്കരുത്. തിക്നെസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല, വളരെ ഹാർഡായി പോകും. അതുകൊണ്ട് കുറച്ച് സൈസിൽ മൈദ മാവ് എടുത്ത് അതിനെ നമ്മൾ കൈവച്ച് ഒന്ന് പരത്തി എടുക്കണം. പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ആ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് എടുക്കുക, കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരുപാട് തിക്നെസ് ആയി പോകരുത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കവർ ചെയ്ത് എടുക്കാം. അതിന് ശേഷം നല്ല രീതിയിൽ അത് ഫുള്ള് കവറാവണം. കവറായതിനു ശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്തതിന് ശേഷം ഈ ബോൾസ് നമുക്ക് അരിപ്പൊടിയിലൊന്ന് റോൾ ചെയ്ത് എടുക്കാം. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു ചപ്പാത്തി തടിയിൽ പരത്തി എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അത് പൊട്ടാതെ നമുക്ക് കുറച്ച് അരിപ്പൊടി വിതറി കൊടുത്തതിന് ശേഷം നമ്മളത് പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം നല്ല രീതിയിൽ പരത്തുക. ഒരുപാട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്നതെല്ലാം പുറത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു ദോശ തവ എടുത്ത് അതിന് 2 വശവും കുറച്ചൊന്ന് നെയ്യൊന്ന് തടവിക്കണം കേട്ടോ. പാനിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് തടവിയതിന് ശേഷം നമുക്കതിനെ മറിച്ചിട്ട് ചെറിയ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കതിനെ മറിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ
ഇപ്പോൾ നമ്മളെ ബോളി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.